യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് എറണാകുളത്തും പാലക്കാട്ടും ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മാർച്ച് നടത്തുന്നുണ്ട്. ഈ മാസം 17-ന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും പ്രതിഷേധം സംഘടിപ്പിക്കും. ആദ്യം റിപ്പോർട്ട് കാണാം, അത് കഴിഞ്ഞ് റോഷിപാലിനെ വിളിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം വ്യാപിപ്പിച്ച് പോലീസിനെ പ്രതിരോധത്തിലാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. തുടർച്ചയായ 4-ാം ദിവസവും സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് എറണാകുളത്തും പാലക്കാട്ടും ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തും. ചൊവ്വാഴ്ചയോടെ ജില്ലാതലങ്ങളിലെ പ്രതിഷേധം അവസാനിക്കും. രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബുധനാഴ്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്താണ് പ്രതിഷേധം. സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ജാമ്യം ലഭിച്ചാൽ രാഹുലിന് വൻ സ്വീകരണമൊരുക്കും. പിണറായി സർക്കാരിന്റെ ഇരട്ടനീതിയുടെ ഇരയെന്ന നിലയിലാണ് രാഹുലിനെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. രാഹുലിന്റെ അറസ്റ്റോടെ സംഘടനയിലെ തർക്കങ്ങൾ താൽക്കാലികമായി കെട്ടടങ്ങി. പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന ചാണ്ടിയുമ്മൻ അനുകൂലികൾ വീണ്ടും സജീവമായി. ഇന്നലെ ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ സമരജ്വാലയിൽ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂറിന്റെ നേതൃത്വത്തിൽ ചാണ്ടി അനുകൂലികൾ പങ്കെടുത്തു. രാഹുലിന്റെ മെഡിക്കൽ രേഖകൾ വ്യാജമാണെന്നാരോപിച്ച MV ഗോവിന്ദനെതിരെ ഇന്ന് നിയമ നടപടികൾ തുടങ്ങും. കണ്ണൂരിൽ വനിതാ പ്രവർത്തകയെ കൈയേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. രാഹുലിന്റെ അസാന്നിധ്യത്തിൽ ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോ. റോഷി, ഈ സമരം ഓരോ ദിവസവും ചെറുതാണെങ്കിലും 2-3 ജില്ലകളാണെങ്കിലും ഒക്കെ സജീവമായി നിർത്തുക അടുത്ത ബുധനാഴ്ച വരെ, അതായിരിക്കും പ്ലാൻ അല്ലേ? അരുൺകുമാർ, സമര പരമ്പരകൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് കഴിഞ്ഞ് പിന്നീടുള്ള ഓരോ ദിവസവും ഓരോ ജില്ലകളിൽ വ്യത്യസ്തമായ സമരങ്ങൾ നടക്കുന്നുണ്ട്. പ്രാദേശിക തലങ്ങളിലും പ്രതിഷേധങ്ങൾ തുടരുന്നു. കോൺഗ്രസ് നേതൃത്വവും ഒരു വട്ടം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളടക്കം സംഘടിപ്പിച്ചു. ഏതായാലും ഈ സമര പരമ്പരയുടെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ കണ്ട നൈറ്റ് മാർച്ച്, സമരജ്വാല എന്ന പേരിലുള്ള നൈറ്റ് മാർച്ച്. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ഏതാണ്ട് 500ഓളം പ്രവർത്തകർ 9 മണിക്ക് നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് പാലക്കാട്, എറണാകുളം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ അതാത് പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നു. അതിനൊപ്പം ഇനി നാളെ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല. തിങ്കളാഴ്ച വീണ്ടും പ്രതിഷേധങ്ങൾ ആരംഭിക്കും. ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്ന ദിവസം തലസ്ഥാനത്ത് വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ജാമ്യം അന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ജാമ്യം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് തലസ്ഥാനത്ത് വൻ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റോടെ യൂത്ത് കോൺഗ്രസിലുണ്ടായ വിഭാഗീയത, പ്രത്യേകിച്ച് രാഹുൽ ചുമതല ഏറ്റെടുത്തപ്പോൾ അത് അംഗീകരിക്കാത്ത വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നു. അതിൽ ചാണ്ടി ഉമ്മൻ നേതൃത്വം നൽകുന്ന ഉമ്മൻചാണ്ടി ബ്രിഗേഡ്, യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ, അവർ ഇന്നലത്തെ പ്രതിഷേധത്തിൽ പങ്കാളികളായി. അവർ വ്യത്യസ്തമായ രീതിയിലാണ് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായത്. അവർ ഈ പ്രതിഷേധം ആരംഭിക്കുന്ന ഇടത്തേക്ക് അവർ ഒരുമിച്ച് പന്തം കൊളുത്തി പ്രകടനമായി അവരൊരു ഗ്രൂപ്പായി എത്തി അതിന്റെ ഭാഗമായി ചേരുകയായിരുന്നു. ഏതായാലും അതുകൊണ്ട് കോൺഗ്രസിലെ എളുപ്പത്തിൽ ഈ യൂത്ത് കോൺഗ്രസിലെ തർക്കങ്ങൾ താൽക്കാലികമായെങ്കിലും പരിഹരിക്കാൻ സാധിച്ചു എന്നതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വഴി നടന്നത്. ഏതായാലും പ്രതിഷേധം ആളിക്കത്തിക്കും. അതിനൊപ്പം തന്നെ നിയമ നടപടികളും ശക്തമാക്കാനുള്ള തീരുമാനം യൂത്ത് കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. സീറ്റ് ചർച്ച വരെ എന്തായാലും ഈ ഐക്യം ശക്തമായി തന്നെ തുടരും. ആ സമയത്താണ് ഇനിയൊരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രാഹുലിന്റെ അറസ്റ്റ് ആ ഘട്ടത്തിൽ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ചലനാത്മകമാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച വരെ, ബുധനാഴ്ച വരെ ആ സമര പരമ്പര തുടരും അല്ലേ?